2017 നമ്മൾ കണ്ടു ഒരു സിനിമാ നടിയെ അയാളുടെ ഭാര്യയുമായിട്ട് ഉള്ള ചില പ്രശ്നത്തിൽ ഇടപെട്ടു. അതിനുശേഷം അത് ഡൈവോഴ്സിൽ പോയി. രണ്ടാമത് അദ്ദേഹം വിവാഹം കഴിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡൈവേഴ്സിലേക്ക് പോകാനും അയാളുടെ ചില കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് വരുത്താനും കാരണക്കാരിയായ ആ നടിക്കെതിരായിട്ടൊരു പാഠം പഠിപ്പിക്കണം എന്ന് അതിശക്തനായ ആ നടൻ തീരുമാനിച്ചു. പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തു. അവരെ ഒരു കാറിൽ അവരെ കൊണ്ടുവന്ന് വഴിക്ക് കാറിലിട്ട് അവരെ പീഡിപ്പിച്ചു. അത് വലിയ വിവാദമായി. ആ നടി കേസ് കൊടുക്കാൻ റെഡിയായി. പി.ടി. തോമസ് MLA അടുത്ത് അത് വിവരം പറഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് പോലീസ് വന്നു. അങ്ങനെ അത് ഒതുക്കി തീരുമെന്ന് വിചാരിച്ചിരുന്ന ആ പ്രശ്നം ഒരു കേസിലേക്ക് പോയി. അതിന് 82 ദിവസം അതിനകത്ത് ദിലീപ് എന്ന നടൻ റിമാൻഡിൽ പോയി. പൾസർ സുനി 1-ാം പ്രതി, 8-ാം പ്രതിയായിട്ട് ദിലീപിനെ ചേർത്തു. അതിൻ്റെ ദൃശ്യം, അവരെ പീഡിപ്പിക്കുന്ന കാറിൽ വെച്ച് പീഡിപ്പിക്കുന്ന ദൃശ്യം അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയെന്നും അത് 3 കോടതിയിൽ നിന്ന് അതിൻ്റെ ചില ദൃശ്യങ്ങളുടെ പ്രിന്റുകൾ എടുത്തു എന്നും ആരോപണങ്ങളും അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ വന്നു. നമ്മളതെല്ലാം കണ്ടു. അതിൻ്റെ ട്രയൽ നടക്കി ഏകദേശം തീരാറായി. ആ ഒരു സംഭവത്തിന് ശേഷം അതേ രീതിയിലുള്ള പ്രതികാരങ്ങൾ പല സ്ഥലത്തും ഈ 15 പേരിൽ നിന്നുണ്ടായെങ്കിലും വെളിയിൽ പറയാതിരുന്നു. ഇപ്പോൾ ഹേമ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തോടുകൂടി ഹേമ കമ്മീഷനിൽ ആർക്കുമൊന്നും പരാതി പറയാം എന്ന് ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയോടുകൂടി അവർ രഹസ്യമായിട്ട് വന്ന് ഹേമ കമ്മീഷനിലെ ഏകദേശം 61ഓളം സ്ത്രീകൾ മലയാള സിനിമാ രംഗത്തുള്ള അവർ അവിടെ വന്ന് മൊഴി കൊടുക്കുകയും ചില കാര്യങ്ങളിൽ നറേഷൻ കൊടുക്കുകയും ചില സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിട്ട് കൊടുക്കുകയും മലയാള സിനിമയിലെ ചില റൈറ്റർമാർ, എഴുത്തുകാർ, ചില ടെക്നീഷ്യൻസ് അവരും മൊഴി കൊടുത്തിരുന്നു. ഏതായാലും മഹാനടന്മാരെ 2 പേരെയും അവിടെ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ അവർ സ്വയം വന്നോ 2-3 പ്രാവശ്യം കമ്മിറ്റി മുമ്പാകെ വന്നിട്ട് രഹസ്യമായിട്ട് വന്ന് മൊഴി കൊടുത്തോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞോ അവർ പിന്തിരിഞ്ഞു പോയത് നമ്മൾ കണ്ടു. മലയാള സിനിമയിലെ ഇപ്പം സിദ്ദിഖ് പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, രേവതി സമ്പത്ത് തന്നെ വിളിച്ചു വരുത്തി, തന്നെ പീഡിപ്പിച്ചു. പീഡിപ്പിക്കണം മാത്രമല്ല 376 റേപ്പിലേക്ക് പോയി. അവരെ സമ്മതമില്ലാതെ ഒരു റേപ്പ് അവിടെ നടന്നിരിക്കുന്നു എന്നവർ തുറന്നു പറഞ്ഞു. അതിൽ നിന്ന് അവർ പിന്മാറില്ല. ഏതറ്റം വരെ പോകും, എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. കാരണം അത്ര മാനസികമായി തകർന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു രേവതി സമ്പത്ത്. അവസരം കിട്ടിയപ്പോൾ അവരത് പറഞ്ഞു. തീർച്ചയായിട്ടും അത് പറഞ്ഞ ഉടൻ തന്നെ ആ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഉന്നതനായ ആ വ്യക്തി സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരായി FIR വരും. പോലീസ് എന്തായാലും ഇനി ഓപ്പണായിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ പോയി മൊഴി എടുക്കേണ്ടി വരും. അത് 376 ആണ്. അപ്പോൾ FIR എന്തായാലും അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. പോലീസിനെടുത്ത് വെക്കുള്ളൂ. എവിടെ വെച്ചാണ് ആ റേപ്പ് ചെയ്ത സ്ഥലം, ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ അവിടുത്തെ SHO അവരെ നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ മൊഴി പകർത്തി കേസെടുക്കും. 376 ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ലൈഫ് ഇംപ്രിസ്മെൻറ്റ്, ഏറ്റവും കുറഞ്ഞത് 10 വർഷം അല്ലെങ്കിൽ ജീവപര്യന്ത തടവിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതേ രീതിയിൽ 15 പേരുള്ള ആ ഗ്രൂപ്പിൽ ഒരാൾ ദിലീപ് ഒരു ട്രയൽ ഫേസ് ചെയ്യുകയാണ്. ദിലീപിൻ്റെ ആ കേസ് സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്യുന്ന കുറേ ദിവസങ്ങളോളം ദിലീപിനെ ചോദ്യം ചെയ്തു. 2-3 ദിവസം കസ്റ്റഡിയിൽ ഇരുന്ന് ചോദ്യം ചെയ്തു. ആ സന്ദർഭത്തിലൊക്കെ അത് ചലഞ്ച് ചെയ്തുകൊണ്ട് ഈ സിദ്ദിഖ് രംഗത്ത് വന്നതെല്ലാം ചാനലിൽ കൂടെ നമ്മളെല്ലാവരും കണ്ടു. കാരണം നിർബാധം ആ നടനെ പിന്തുണ കൊടുത്ത് ആ നടനെ, ഇന്നസെൻ്റായ നടനെ ഈ കേസിനകത്ത് കുരുക്കി എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇപ്പോൾ ആ രാജിക്കത്ത് കൊടുത്തതും ഒരു 376 ക്രിമിനൽ റേപ്പ് കേസിനകത്ത് പ്രതിയായി വന്നിരിക്കുന്നത്. എന്തായാലും 82 ദിവസം ദിലീപ് റിമാൻഡിൽ കടന്നു. 376 ആയതുകൊണ്ട് 90 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനകത്ത് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ രാജിക്കത്ത് കൊടുത്ത സിദ്ദിഖിനെ
തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനം, സിനിമയിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക വരവ്, സിനിമയിൽ അദ്ദേഹത്തിന് കൊണ്ടിരിക്കുന്ന സോഷ്യലായിട്ടുള്ള റെസ്പെക്റ്റ് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ് ആ കേസെടുക്കുന്നത് കൂടി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യും, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു.